ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, പുതിയ നിയമത്തിൽ ദശാംശം ഉപദേശമല്ലെങ്കിലും വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവർക്ക് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം എന്ന് കാണുന്നു. ദശാംശം 10-1 ഓഹരി നന്മയുടെ ഒരു ഭാഗമാണ്. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ മറ്റു സഭകളിൽ നിന്ന് ലഭിച്ച സ്വമേധാദാനങ്ങൾ വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് ശേഖരിച്ച് നൽകുന്നതായി കാണുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് 9-ാം വാക്യം പറയുന്നു. കൂടാതെ ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കുമെന്ന് 2 കൊരിന്ത്യർ 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു. നമ്മുടെ പ്രാപ്തി പോലെ നാം കർത്താവിൻ്റെ നാമത്തിനായി ചിലവിടണം. പഴയ നിയമത്തിൽ ലേവ്യരുടെ ശുശ്രൂഷയുടെ പ്രതിഫലമായിരുന്നു ദശാംശം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു, ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നു എന്നും നാം അറിയണം. പുതിയ നിയമത്തിൽ ഓഹരി നൽകുക എന്നത് കർത്താവിൻ്റെ കൽപ്പനയാണ്. എന്നാൽ ഒരിക്കൽ പോലും പൗലോസ് അപ്പോസ്തലൻ നിർബന്ധിച്ച് ആരോടും നൽകുവാൻ പറഞ്ഞില്ല. സുവിശേഷ ഘോഷണം താൻ നടത്തുന്നതിന് പ്രതിഫലമുണ്ട് എന്നുള്ള തിരിച്ചറിവ് തനിക്കുണ്ടായിരുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14 മുതലുള്ള വാക്യം നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ കഷ്ടതയിൽ ഫിലിപ്പിയ സഭ കൂട്ടായ്മ കാണിച്ചു. ഫിലിപ്പിയ സഭയല്ലാതെ മറ്റൊരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുവാനും ഇടയായിത്തീർന്നു. അതിൻ്റെ അനുഗ്രഹമായി ഫിലിപ്പിയർ 4-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ന് താൻ പറയുന്നു. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടെ കൊടുക്കുന്നതിന് അധിക പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല എന്ന് കാണുന്നു. യേശു നമ്മെ ഉയർന്ന സമർപ്പണത്തിലേക്ക് വിളിച്ചിരിക്കുന്നു.